ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏജസ്. എന്നാണോ സുഖല്ലേ? ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നമ്മുടെ ഒരു 800 മേടിച്ചിട്ടുണ്ടായിരുന്നു. മാരുതി 800 ഞാൻ എടുത്തായിരുന്നു. എടുത്തിട്ട് ഒരു 1.5-2 വർഷത്തോളം ആകാറായി. അപ്പം ശകലം പണിയൊക്കെ ആയിട്ടുണ്ട്. എടുത്തപ്പോഴേ എ സി ഇല്ലായിരുന്നു, അത് ഒന്നാമത്തെ കാര്യം. എ സി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേന് എ സിയുടെ സംഭവം എല്ലാം അഴിച്ചു നോക്കിയപ്പോഴത്തേന് എ സി കഥം. എ സിയുടെ കംപ്രസറിൻ്റെ ഒരു വാഷർ കിട്ടാനില്ല, അത് ഒരു സ്ഥലത്തും കിട്ടാനില്ല. ഇനിയിപ്പം അതിനായിട്ട് തന്നെ ഇറങ്ങണം, അല്ലെങ്കിൽ വേറെ കംപ്രസർ മേടിച്ച് വെക്കണം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ ശകലം കാലപ്പഴക്കം കാരണം ശകലം റസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അതായത് ശകലം തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന ഒരു സൈഡിലുള്ള ഹെഡ്ലൈറ്റ് മേളിലോട്ടും വേറൊരു സൈഡിലോട്ടുള്ള ഹെഡ്ലൈറ്റ് താഴോട്ടാണ് ഇരിക്കുന്നത്. അപ്പം പോയിൻ്റൊക്കെ വ്യത്യാസമുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ. പിന്നെ ടെയിലൈറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ഇതുണ്ട്. ഞാൻ ഇതെല്ലാം കാണിച്ചു തരാമേ. അപ്പം അതൊക്കെ ഇതായിട്ടാണ് ഞാനൊന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ചത്. ഇത് കുറേ ആയി കേട്ടോ വീഡിയോ എടുത്തിട്ട്. ഇപ്പോൾ ഏകദേശം 1.3 ഇത്രയും ദിവസത്തോളം ആയിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്നാന്ന് വെച്ചാൽ കാരണം വേറൊന്നുമല്ല, വർക്കിൽ പോകുന്നുണ്ട്, വർക്കിൻ്റേതായിട്ട്. പിന്നെ കുറച്ച് ശകലം വണ്ടി എടുത്തതിൻ്റെയും പിന്നെ ശകലം ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലിയൊക്കെ ശകലം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ വേറെ വലിച്ചൊന്നും നീട്ടുന്നൊന്നുമില്ല. അപ്പം ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ കാറിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ ഇടയ്ക്കൊക്കെ വാക്കും നാക്കും എല്ലാം തെറ്റുന്നുണ്ട്. കുറേ നാളായിട്ട് എടുക്കാതെ അതായത് നമ്മളെ കഴിവിനെ നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ്. വേറൊന്നുമില്ല. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ 800 അഴിച്ച് പറിച്ചിട്ടേക്കുക. അപ്പം നമ്മൾ മെയിനായിട്ടും ഡാഷ്ബോർഡ് അഴിക്കാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ മെയിനായിട്ട് എ സി നോക്കാനുണ്ട്. ഈ എ സിയുടെ 2 ഹോള് കണ്ടോ, ഇതുണ്ട് 2 ഹോള്. അത് എ സിയുടെ കൂളിംഗ് കോയിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ ആ കൂളിംഗ് കോയിൽ എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം കൂളിംഗ് കോയിൽ അത് ചെക്ക് ചെയ്തിട്ട് കൂളിംഗ് കോയിൽ വിഷയമില്ലായിരുന്നു. അപ്പം കൂളിംഗ് കോയിൽ കയറ്റുന്നതിന് മുമ്പ് നമുക്ക് കംപ്രസർ ഏതായാലും ചെയ്യണം. അപ്പോൾ ശകലം റെസ്റ്റൊക്കെ ഉണ്ടേ, അതായത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ബ്ലോവർ, നമ്മൾ കാറ്റടിക്കുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇത് നമ്മുടെ എ സി കാറ്റടിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫാനുണ്ട്, ഇതുണ്ടോ. ഇതാ ഈ ഫാന് കറങ്ങുമ്പോഴാണ് നമുക്ക് കാറ്റ് വരുന്നത്. ഈ ഫാന് കറങ്ങുമ്പോഴാണ് ഈ നമ്മുടെ എ സി തണുത്ത കാറ്റ് വരുന്നത്. പിന്നെ പ്ലസ് കൂളിംഗ് കോയിലും തണുക്കണം. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്ന സംഭവം കേട്ടോ. എൻ്റെ ഈ മീറ്ററൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പം ആശുപത്രി കേസായിട്ടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ മീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എന്തുകൊണ്ട് വയറിങ്ങൊക്കെ കാളംപൂളമായിട്ടാണ് കിടക്കുന്നത് കണ്ടോ. ഞാനിതിനകത്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്തായിരുന്നു. കാർബറേറ്റർ സ്വന്തമായിട്ട് തന്നെ അഴിച്ച് പറിച്ചെടുത്ത് ക്ലീൻ ചെയ്തു. ഒരു പരിപാടി എനിക്ക് ഈ വണ്ടിയുടെ ഒരു പരിപാടി അറിയത്തില്ല. ഒരു 6 മാസം ഞാൻ വർക്ക്ഷോപ്പിൽ പോയി നിന്നതല്ലാതെ എനിക്ക് വേറൊരു കിണയും അറിയത്തില്ല. അതുകൊണ്ട് ഇക്കെല്ലാം ടാസ്ക് ആയിരുന്നു ഈ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനും ശകല പരിപാടിയൊക്കെ. അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാവേ. സ്റ്റാർട്ടാക്കണേ വേറൊരു കേസുണ്ടേ. കാർബറേറ്റർ ആയതുകൊണ്ട് ചോക്ക് വലിക്കണം. ചോക്ക് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ ആദ്യം സ്റ്റാർട്ടാക്കുന്നതിന്. പിന്നെ ചൂടായി കഴിഞ്ഞാൽ പുലിക്കുട്ടി മറ്റേ കേട്ടോ. ഇഗ്നിഷൻ ഓണായിരിക്കുകയാണ് കണ്ടോ, ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലൂ ഷെയ്ഡ് എന്നാന്ന് വെച്ചാൽ ഈ പടുത കെട്ടിട്ടുണ്ടോ മേളിലായതുകൊണ്ടോ, പടുത കെട്ടിട്ടുണ്ട് ഇവിടെ നനയാതിരിക്കാൻ വേണ്ടിയേ. അപ്പോൾ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഞങ്ങൾ വീട് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ മുമ്പിലായിട്ടാണ് ഈ വണ്ടി കയറ്റിയിടാനായിട്ടുള്ള പടുതൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോക്കകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. വണ്ടി സ്റ്റാർട്ടാ കേട്ടോ, അടിപൊളി. ശകലം കുറയ്ക്കാവേ, ശകലം ഒന്ന് കുറയ്ക്കാം. ഇത്രയും തന്നെ ഇടുക. ഇത്രയും ഇടുമ്പോഴത്തേനും നോർമലാണേ കണ്ടോ.
അപ്പോൾ ശകലം ഒന്ന് ഇറക്കിയിടണം. ഇറക്കിയിട്ടില്ലെങ്കിൽ എന്നാ വെച്ചാൽ ഈ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് ഫ്രണ്ടിൽ ശകലം സ്പേസ് ഇല്ല. അപ്പം പരമാവധി അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടോ, അങ്ങോട്ട് മുട്ടിച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം ബാക്കിലോട്ടിടാം. എന്നോടെ ഇവിടെ സൗണ്ട് ഉണ്ട് കണ്ടോ, അതൊക്കെ അഡീഷണൽ ഗേറ്റ് ചെയ്താട്ടോ. അപ്പം നമുക്ക് പോകാം. ഓ, ഹാൻഡ് ബ്രേക്ക് എടുത്തില്ല. ഓ സോറി. ഓക്കെ, ഓഫ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് വലിച്ചോ. അപ്പം നമുക്കൊന്ന് കാണിച്ചു തരാം. അതെ, ഞാനേ ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെ ഉണ്ട് ഗൈസ്? കുറച്ച് ആലുവിലത്തെ സാധനമൊക്കെ കാണും കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ വണ്ടി ഇതാണ്. നമുക്ക് ബോണറ്റ് തുറക്കാം. അപ്പോൾ ആണ് നമ്മുടെ മാരുതി 800 കാർബറേറ്ററിൻ്റെ ഉൾഭാഗം, എൻജിൻ റൂം എന്ന് പറയുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിത് ബാറ്ററി മാറിയായിരുന്നു. ഇത് ഓട്ടോറിക്ഷയുടെ ഒരു ബാറ്ററിയാണ് ഈ ഇതിൻ്റെ അകത്ത് ഇരുന്നത്. ഓട്ടോറിക്ഷൻ്റെ ബാറ്ററി നമ്മൾ നേരത്തെ ഉള്ള കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ആമറോണിൻ്റെ അടിപൊളി ബാറ്ററി മാറ്റി സെറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് നമ്മളെ ഹോണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൺ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോണ് ഈ പോപ്പോ ഹോണല്ല, പോപ്പോ ഹോണ് അത് കേട്ടിട്ടുണ്ട് കേട്ടോ, പോപ്പോ ഹോണ്. പിന്നെ ട്രൂട്ട്സിൻ്റെ ഹോണാണിത്. റിലേ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ അഴിച്ച് ചെയ്ത് ഇവിടെ കേട്ടോ നമ്മുടെ കാർബറേറ്റർ വരുന്നത്. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇനി വർക്ക് കിടപ്പുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിക്ക് നല്ലപോലെ വർക്കുണ്ട്. അപ്പം ഇത് ടൈപ്പ് 3 വണ്ടി മോഡലാണേ. ഇത് ടൈപ്പ് 3 മോഡലാണ്. അപ്പോൾ അതായത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗം പോയിട്ട് ഈ പാർക്ക് ലൈറ്റ് സെപ്പറേറ്റ് വരുന്ന ഒരു മോഡലുണ്ടല്ലോ, അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ടൈപ്പ് 3 കൺവേർട്ട് ചെയ്ത് ടൈപ്പ് 4 ആക്കിയതാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ടെയിലൈറ്റും നമ്മൾ തന്നെ കയറ്റിയിട്ടുണ്ട്, ടെയിലൈറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാണിച്ചു തരും കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അതൊരു മൈനസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് നമ്മളെ ഈ റെസ്റ്റ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, തുരുമ്പടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടൈപ്പ് 3 ടൈപ്പ് 4 ആക്കിയപ്പോഴത്തേനും ഈ ഫൗണ്ടേഷൻ അല്ല, ഇതിൻ്റെ നേരെ പുറകിലായിട്ടൊരു സംഭവമുണ്ട്, ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ടൈപ്പ് 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ടൈപ്പ് 2 അല്ല, ടൈപ്പ് 3 വ്യത്യാസമുണ്ട്. ടൈപ്പ് 3 വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ഈ ടൈപ്പ് 2 ഡയറക്റ്റ് കയറ്റി വയ്ക്കാൻ പറ്റുകയില്ല. കാരണം അത് അവിടെ വെട്ടിപ്പൊളിച്ചൊക്കെയാണ് നമ്മൾ കയറ്റി വെച്ചേക്കുന്നതുണ്ടോ, വെട്ടിപ്പൊളിച്ചിട്ടാണ് നമ്മളിത് കയറ്റി വെച്ചേക്കുന്നത്. ഇത് നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോഴത്തേനും അങ്ങനെ അവർ ചെയ്തതാണ്. പക്ഷേ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നല്ല പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഈ റെസ്റ്റ് മാറ്റണം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് കിട്ടുമെങ്കിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കണം. എന്നാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് വെൽഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ലെയ്ത്തിൽ എങ്ങാണ്ട് പാച്ച് വർക്ക് എങ്ങാണ്ട് ചെയ്തിട്ട് ഇത് വെൽഡ് ചെയ്ത് വെച്ചേക്കുക. അതേസമയം ഈ ഒരു പീസ് നമുക്ക് അഴിച്ചെടുക്കാമെന്നാണ്. ഈ ഒരു പീസേ അഴിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ ആ പീസ് ആ ഒരു വശത്തോട്ട് ഇതാക്കി വെച്ചാൽ എന്നാ വെൽഡ് ചെയ്ത് വെച്ചേക്കുക. ഇത് സ്ക്രൂ ചെയ്ത് ഇവിടെ ഈ ഒരു സൈഡ് കുഴപ്പമില്ല, വരുമ്പോൾ ഈ ഒരു സൈഡ് വരുമ്പോഴത്തേനും തുരുമ്പടിച്ച് മറ്റേ വെൽഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഈ പെയിൻ്റൊക്കെ പോയിട്ട് അത് സെറ്റാക്കി എടുക്കാനുണ്ട്. പിന്നെ വേറെ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ക്രോസ് ബമ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതുണ്ടോ, നമ്മൾ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഈ ക്രോസ് ബമ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സാധനം ഞാൻ വേറെ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഈരാട്ടുപേട്ടയിൽ നിന്ന് പോയി എടുത്ത സാധനമാണ്. അപ്പം പുതിയതിന് അധികം വില ഇല്ല, 1000 സംതിങ് അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ പുതിയതിന്.
പക്ഷെ ഞാൻ ഈ പേട്ട പോയപ്പം അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത്യാവശ്യം അവിടെ നിന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഉണ്ട്. അതിനി കയറ്റണം. അത് പാച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഈ ക്രോസ് ബമ്പർ അഴിക്കുമ്പോഴത്തേനും ഈ ബമ്പർ അഴിച്ചിട്ട് ബമ്പറിൻ്റെ അവിടെ ഒരു ചെയ്സ് വരും. അതായത് ചെയ്സിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് ഈ ഒരു സാധനം പിടിപ്പിച്ച് കയറ്റേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ശകലം തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പാച്ച് വർക്ക് ചെയ്യണം. പാച്ച് വർക്ക് ചെയ്യാതെ കയറ്റിയാൽ അത് പണി കിട്ടും. അപ്പം വേറെ എന്നാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു തുരുമ്പുണ്ട് ഗൈസ്. ഇതുണ്ടോ, 3 പേരിൽ കയറി പോകാവുന്ന കൂട്ട് ഇതുണ്ട്. എന്നാന്ന് വെച്ചാൽ വലതുകൊണ്ട് ഇടത് സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും പോയിട്ടുണ്ട്, പാച്ച് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ശരിയാക്കണം. പ്ലസ് റണ്ണിങ് ബോർഡ് കണ്ടോ, ഈ റണ്ണിങ് ബോർഡ് ഇതുണ്ട്, ഈ ഒരു ചളുക്കും കണ്ടോ, ഇതൊന്ന് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് പുട്ടിയിട്ട് എടുക്കാമെങ്കിലും പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടോ. പിന്നെ അപ്പുറം ഞാൻ കാണിച്ചു തരാവേ. അപ്പുറം തീക്കനമായിട്ട് പോയിട്ടുണ്ട്, പൊളപ്പനായിട്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, അടിച്ച് പറിച്ച് അടിയിലോട്ട് കയറിയിരിക്കുന്നുണ്ടോ, ഉണ്ടോ. ഇത് മൊത്തം പോയിട്ട്. പക്ഷെ പുറവശം കുഴപ്പമില്ല, പുറവശം ഇവിടെ ശകലം ഒന്ന് ഇതായിട്ടുണ്ട്. ഞാൻ രണ്ടാമതെടുത്ത കസ്റ്റമറുടെ കയ്യിൽ അധികം ഇതൊന്നും ഇല്ലായിരുന്നു, അധികം ഓട്ടം ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ്, അതായത് ഈ ഫസ്റ്റ് ഓണർ ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ നല്ല കാഞ്ഞ ഓടിയിരാമെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ എടുക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു, സൈഡൊന്നും നോക്കാതെ. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. 2 സൈഡും മറ്റേ റണ്ണിങ് ബോർഡിൻ്റെ സൈഡ് 2 സൈഡും പോയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ലെവലാക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ തുണിയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. വേറെ എന്നാന്ന് വെച്ചാൽ എന്നാ, അതെ ടെയിലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ടെയിലൈറ്റിൻ്റെ ഉള്ളിൽ ഇത് ഈ ഒരു ടെയിലൈറ്റില്ലേ, ഈ ടെയിലൈറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഇത് ഞാൻ കൊണ്ടു കൊടുക്കാൻ നേരത്ത് ഇത് അഴിക്കുന്നുണ്ട്. ഈ ടെയിലൈറ്റ് അഴിക്കുന്നുണ്ട്. ടെയിലൈറ്റ് അഴിക്കുമ്പം കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതിൻ്റെ അടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് തുരുമ്പുണ്ട്, ഉൾവശത്ത്. അതും ഒന്ന് നോക്കണം, സെറ്റപ്പാക്കണം. അപ്പം പാച്ച് വർക്കാണ് മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പം ഒരു സെറ്റപ്പുണ്ട്. ആ മൂലയ്ക്കും ഈ മൂലയ്ക്കും 2 മൂലയ്ക്കും തുരുമ്പ് അടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. ആ 2 മൂലയ്ക്കും തുരുമ്പടിച്ചിട്ടുണ്ട്, നല്ലപോലെ തുരുമ്പടിച്ചിട്ടുണ്ട്. നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം ഈ തുള്ളിയായിട്ട് വന്ന് വീഴുന്നുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മറ്റേ മൊത്തത്തിൽ തുരുമ്പടിച്ചിരിപ്പുണ്ട്. പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യം മറ്റേ ഇൻറ്റീരിയലൊക്കെ ചെയ്തെടുക്കാനുണ്ട്. വണ്ടി ഇൻറ്റീരിയൽ ശകലം ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ മോഡിഫിക്കേഷൻ അല്ല നമ്മൾ നോക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം പണിതിട്ട് നമ്മൾ ട്രിപ്പ് പോവുക, അതാണ് ട്രിപ്പ് വൈബായിരിക്കും. അപ്പം അതാണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ടും. പിന്നെ പൈസ എത്രയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. പൈസയുടെ കാര്യത്തിൽ നമ്മളൊന്നും നോക്കുന്നില്ല കേട്ടോ. മറ്റേ വണ്ടി പണിയാനാണെങ്കിൽ നമ്മളെ കാശ് അങ്ങ് ഇറക്കും. കടം മേടിച്ചിട്ടാണെങ്കിൽ ചുമ്മാ പറഞ്ഞു കേട്ടോ, കടം മേടിച്ചിട്ടുള്ള പരിപാടി. കടമാണെങ്കിൽ മെയിനായിട്ടും കടമാണ് തൊല്ല. കടം മേടിക്കുന്ന പരിപാടിയില്ല. പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട് വിത്ത് AJ Samurai. ഓക്കെ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെ വേറെ ഉണ്ടല്ലോ ഈ ഇൻസ്റ്റയുടെ വേറൊരു കുന്ത്രണ്ടം ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും എൻ്റെ അകത്തെങ്കിലും കയറി AJ Samurai എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സാധനത്തും മറ്റേ സംഭവം ഉണ്ട്, നമ്മളുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സൈനിങ് ഔട്ട്.